ദൈവമേ നീ അനുദിനവും വളരണമേ. ഞാനോ കുറയേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 12. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരൻ? തന്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് യേശു പറഞ്ഞു, ഇതാ എന്റെ അമ്മയും സഹോദരനും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു തന്റെ ഭവനത്തിന്റെ ഭാഗമാകുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരങ്ങൾ? യേശുവിന്റെ വചനം അധിഷ്ഠിതമായി ജീവിക്കുന്നവർ, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർ, പുത്രന്റെ മനസ്സിനൊത്ത് വ്യാപരിക്കുന്നവർ യേശുവിന്റെ അമ്മയും സഹോദരനും ആണ്. നമുക്കെല്ലാവർക്കും ക്രിസ്തു കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിയുമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു. യേശുവിന്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ക്രിസ്തുവിന്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി വിശ്വസ്തയോടെ ദൈവഹിതം നിറവേറ്റുന്നതാണ്. യേശു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇതാ എന്റെ അമ്മയും സഹോദരങ്ങളും. ദൈവഹിതം നിറവേറ്റുന്ന എല്ലാവരും ക്രിസ്തുവിന്റെ അമ്മയും സഹോദരങ്ങളുമാണ് എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ ദൈവഹിതത്തിനു മുമ്പിൽ പരിപൂർണമായി വിധേയപ്പെടുകയും ദൈവഹിതം വിശ്വസ്തയോടുകൂടി നിറവേറ്റുകയും ചെയ്തു. നമ്മളെല്ലാവരും അപ്രകാരം ആയി തീരുമ്പോൾ നമ്മളെല്ലാവരും യേശുവിന്റെ പ്രിയ സഹോദരരായി രൂപാന്തരപ്പെടും. പരിശുദ്ധ അമ്മ നമുക്കൊരു മാതൃകയാണ്. ദൈവഹിതം വിശ്വസ്തയോടെ ഈ ലോകത്ത് നിറവേറ്റിക്കൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ ശിരസ്നമിച്ചുകൊണ്ട് പുത്രനെ സ്നേഹപൂർവ്വം സംരക്ഷിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം അവൾ യാത്ര ചെയ്തു. ഇതാകണം ഒരു പ്രേക്ഷിതന്റെ ദൗത്യം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വചനമായി, അനുഭവമായി, മാനസാന്തരമായി, സൗഖ്യമായി ഇടപെടുന്നുണ്ട്. അത് തിരിച്ചറിയുവാനും ആ ബോധ്യത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സാധ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുക. ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് ക്രിസ്തു ഭവനത്തിലേക്കാണ്. നാം ആ ഭവനത്തിന്റെ ഭാഗമായി, അംഗമായി തുടരുവാൻ അതിനുള്ള ബലവും കൃപയും നമുക്ക് നൽകുന്നു. നാം വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. വചനത്തെ സ്നേഹിച്ച് വചനാധിഷ്ഠിതമായി ജീവിച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന വത്സല മക്കളായി ഈ ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ നാമും ക്രിസ്തു ഭവനത്തിന്റെ ഭാഗമാകും. ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ ദൈവഭവനത്തിന് യോഗ്യമായ ജീവിതമാണ്. അപ്രകാരമുള്ള ഒരു ജീവിതത്തിലൂടെ നിത്യപിതാവിനെ മഹത്വപ്പെടുത്തി ക്രിസ്തുവിനോടൊപ്പം അവിടുത്തെ തിരുഹിതത്തിന് സ്വയം വിധേയരാകാൻ നമ്മെ എല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും
പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേ